വിഷുക്കണി എങ്ങനെയാണ് ഒരുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഭഗവാനെ ഒരു തട്ടിലോ പലകയിലോ വയ്ക്കാം. വെള്ളോട്ടുരുളിയിൽ വേണം കണി ഒരുക്കാനായിട്ട്. വെള്ളോട്ടുരുളി ഇല്ല എങ്കിൽ സാധാരണ ഒരു തളികയിലും കണി വയ്ക്കാം. വെള്ളോട്ടുരുളിയിൽ ഉണക്കലരിയും നെല്ലും ഇട്ട് വേണം കണി ഒരുക്കാനായിട്ട്. അതിനു മുകളിൽ കണിക്കൊന്ന വയ്ക്കാം. മഹാവിഷ്ണുവിനെ സങ്കല്പിച്ച് കണിവെള്ളരിയും, ഗണപതിക്ക് ചക്കയും, സുബ്രഹ്മണ്യന് മാങ്ങയുമാണ് പ്രധാനമായും വയ്ക്കേണ്ടത്. ഭഗവതിയെ സങ്കല്പിച്ചാണ് വാൽക്കണ്ണാടി വയ്ക്കാറുള്ളത്. തിരുവുടയാട ഭഗവതിയെ ഒരുക്കാനായിട്ട് വാൽക്കണ്ണാടിയുടെ പുറകിൽ വേണം വയ്ക്കാനായിട്ട്. ഒരു തേങ്ങ ഉടച്ച് അതിൽ നാണയത്തുട്ടുകൾ വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായി ഒരു തട്ടിൽ കഴുകി ഉണക്കിയ വസ്ത്രം, ഒരു ഗ്രന്ഥം, വെറ്റില, അടയ്ക്ക, കുങ്കുമം, കൺമഷി, സ്വർണം, വെള്ളി, നാണയത്തുട്ടുകൾ, പൈസ, ഒരു തണ്ട് കണിക്കൊന്ന പൂവ് എന്നിവ വയ്ക്കാം. അഷ്ടമംഗല്യ തട്ട് വയ്ക്കുന്നതും വളരെ ഉത്തമമാണ്. ഭഗവാന് ഉണ്ണിയപ്പമോ പാൽപ്പായസമോ വയ്ക്കാം. ഒരു കിണ്ടിയിൽ വെള്ളം നിറച്ച് വെള്ളപ്പൂക്കൾ ഇട്ട് വയ്ക്കാം. ആ വെള്ളം കണ്ണിൽ തൊട്ടുകൊണ്ട് വേണം നമ്മൾ കണി കാണാനായിട്ട്. നിലവിളക്ക് 5 തിരിയിട്ട് തെളിയിക്കാം. ഒരു പറയിൽ നെല്ല് നിറച്ച് വയ്ക്കുന്നതും ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. നവധാന്യങ്ങൾ വയ്ക്കുന്നതും വളരെ ഉത്തമമാണ്. ഇല്ല എങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ധാന്യങ്ങൾ വെച്ചാലും നല്ലതാണ്. നവധാന്യങ്ങൾ കണിയിൽ വയ്ക്കുന്നത് വളരെ ഉത്തമമാണ്. നവധാന്യങ്ങൾ നവഗ്രഹങ്ങളുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ആദിത്യ ഭഗവാന്റെ ധാന്യമണിയായി കണക്കാക്കപ്പെടുന്നത് ഗോതമ്പാണ്. അത് സെൻറ്ററിൽ വയ്ക്കാം. കിഴക്ക് ഭാഗത്താണ് ശുക്രൻ്റെ സ്ഥാനം. അമരയാണ് പ്രതീകമായി വയ്ക്കേണ്ടത്. അടുത്തതായി നമ്മൾ പടിഞ്ഞാറ് ഭാഗത്താണ് വെക്കേണ്ടത്. പടിഞ്ഞാറ് ഭാഗത്തെ ദേവൻ ശനിയാണ്. ശനി ഭഗവാന് പ്രതീകമായി എള്ളു വയ്ക്കാം. വടക്കു ഭാഗത്തിൻ്റെ അധിപനായി കണക്കാക്കുന്നത് വ്യാഴമാണ്. വ്യാഴ ഭഗവാന്റെ പ്രതീകമായി കടല വയ്ക്കാം. വടക്കു കിഴക്കിൻ്റെ അധിപൻ ബുധനാണ്. ബുധൻ ചെറുപയറാണ് വെക്കേണ്ടത്. തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ദേവനായിട്ട് കണക്കാക്കുന്നത് രാഹുവിനെയാണ്. രാഹുവിൻ്റെ ധാന്യം എന്ന് പറയുന്നത് ഉഴുന്നാണ്. തെക്കു കിഴക്കു ഭാഗത്തെ ഗ്രഹദേവനായിട്ട് കണക്കാക്കുന്നത് ചന്ദ്രദേവനെയാണ്. പ്രതീകമായി നെല്ല് വയ്ക്കുന്നു. വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് കണക്കാക്കുന്നത് കേതുവിനെയാണ്. കേതു ഭഗവാന് നമ്മൾ മുതിരയാണ് വെക്കേണ്ടത്. തെക്കു ഭാഗത്തെ ദേവനായിട്ട് ചൊവ്വയാണ്. ചൊവ്വയ്ക്ക് തുവരയാണ് വയ്ക്കുന്നത്. ഇങ്ങനെയാണ് നവധാന്യങ്ങൾ നവഗ്രഹങ്ങളെ പ്രതിനിധീകരിച്ച് വയ്ക്കുന്ന രീതി. എല്ലാവർക്കും വിഷു ആശംസകൾ. അണിഞ്ഞു കാണേണം ഭഗവാനെ. കണി കാണും നേരം കമലനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി. കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി. കിലുകിലേ എന്ന കിലുങ്ങും കാഞ്ചന ചിലമ്പിൽ